വെൽക്കം ടു ഫിയോൺ ബോട്ടിക്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു വിചിത്ര സിൽക്ക് സാരി മെറ്റീരിയലാണ്. ഇത് നമുക്കൊരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചുരിദാറായിട്ടോ ഫ്രോക്കായിട്ടോ ലാച്ചയായിട്ടോ എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഈ സാരിക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടും പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതൊരു നല്ലൊരു കളറാണ്. എല്ലാം ഒഴുകി കിടക്കുന്ന മെറ്റീരിയലുകളാണ്. ഇതിൻ്റെ നെക്സ്റ്റ് കളറ് ഇങ്ങനെയാണിത്. നല്ല കളേഴ്സാണ് എല്ലാം. ഇതിലൊരു ചെറിയൊരു സ്ട്രൈപ്സോടെ വരുന്നുണ്ട്. റേറ്റ് 380 തന്നെ. ഇതിൽ ചെറിയൊരു സ്ട്രൈപ്സ് സെൽഫായിട്ട് തന്നെ ഒരു സ്ട്രൈപ്സോടെ ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ്, നല്ല കളേഴ്സാണ്. ഇത് മറ്റൊരു ഷെയ്ഡ്. ഇതിലൊക്കെ ആ ചെറിയ ലൈൻ വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് അജറാക്കിൻ്റെയോ കാന്തായുടെയോ ഏതിൻ്റെയും ബ്ലൗസ് ഇട്ട് വെയർ ചെയ്യാനും പറ്റും. ഇത് നെക്സ്റ്റ് കളറ് ഇതിലൊരു ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാത്തിനും നീളവും വീതിയും എല്ലാം ഉണ്ട്. നന്നായിട്ട് നമുക്കിത് ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടും. ഒറ്റ ഫ്ലീറ്റായിട്ട് ഇടാൻ പറ്റും. അതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് എടുത്തിട്ടും വെയർ ചെയ്യാൻ പറ്റും. ഇതും നല്ലൊരു റാണി പിങ്ക് കളറാണ്. പിന്നെ ഇതൊരു നല്ലൊരു ബ്ലാക്ക് കളറാണ്. ഇതിനെല്ലാം റേറ്റ് 380 പിന്നെ നെക്സ്റ്റ് കളറ് ഇത് മെറ്റീരിയൽ സ്വല്പം മാറ്റം വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 460 ഇതിനെല്ലാത്തിനും നീളവും വീതി എല്ലാം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ ബ്ലൗസ് ഇട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പെയർ ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു ഷെയ്ഡ്, ഒരു പീച്ച് കളറ്. ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് 460.